ഇന്ന് ലോക ഗിന്നസ് റെക്കോർഡ് ദിനമാണ്. ചുറ്റുമുള്ളവരൊക്കെ അത്ഭുതപ്പെടുത്തി അസാമാന്യമായ പല പല കഴിവുകൾ കൊണ്ട് സ്വന്തം പേരിൽ റെക്കോർഡുകൾ സ്വന്തമാക്കുന്ന കുറേയധികം ആളുകളെ നമുക്ക് നേരിട്ടും അല്ലാതെയും ഒക്കെ അറിയാം. അപ്പോൾ ഈ റെക്കോർഡ് ഹോൾഡേഴ്സ് എല്ലാം ചേർന്ന് അവർ ഒരുമിച്ചിരുന്ന് അവരുടെ ഓർമ്മകളൊക്കെ ഒന്ന് പങ്കുവയ്ക്കുകയാണ് ഈ ദിവസം. കുറച്ച് അസാധാരണക്കാരായ മനുഷ്യരെ കാണിക്കാം. ഇവർക്ക് സ്വന്തമായി ഒരുപാട് വേൾഡ് റെക്കോർഡുകളുള്ള ആളാണ് ഇവരെല്ലാം തന്നെ. കൂടുതൽ പറയുന്നില്ല, നമുക്ക് കാണാം. റെക്കോർഡ് ദിനത്തിൽ തിരുവനന്തപുരത്ത് ഒത്തുകൂടിയതാണ് 5 റെക്കോർഡ് ഹോൾഡേഴ്സ്. അബ്ദുൾ സലീം, മുഹമ്മദ് ഷബീർ, ആൽവിൻ, ലത്തീഫ്, അജി എന്നിവരാണ് ഒത്തുകൂടിയത്. ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സ് അസോസിയേഷൻ 1ാം ആനിവേഴ്സറി ആഘോഷങ്ങൾക്കൊപ്പം തന്നെ ഇവർക്കായി അനുമോദനവും ഒരുക്കി. തങ്ങൾക്ക് റെക്കോർഡ് നേടിത്തന്ന പ്രകടനം സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും മുൻപിൽ ജേതാക്കൾ ഒരിക്കൽ കൂടി അവതരിപ്പിച്ചു. ഇത് 1942 ഒരു കല്യാണക്കുറി ഈ മോഡലൊക്കെ ആയിരുന്നു. അതിൻ്റെ ഫോണ്ട് നോക്കിയാൽ അറിയാം, ഡിസൈനൊക്കെ വേറൊരു രീതിയിലായിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ 2025 ATM കാർഡിൻ്റെ മോഡല്. ഇപ്പോൾ പല വീടുകളിലും കല്യാണത്തിന് കത്തുകൾ അടിക്കുന്നില്ലേ സത്യത്തിൽ. കാരണം ഒരു കത്ത് അടിക്കുന്നുള്ളൂ. ഇത് നമുക്ക് കല്യാണം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കത്ത് ആവശ്യമുണ്ട്. അപ്പോൾ അതിനൊരു ഓർമ്മപ്പെടുത്തൽ കൊണ്ടാണ് ഞാനിത് ഇങ്ങനൊരു റെക്കോർഡിലേക്ക് പോയത്. എൻ്റെ അടുത്ത് ഏകദേശം മോഹൻലാലിൻ്റെ വരെ കല്യാണം കത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പം ചേട്ടന് എത്ര റെക്കോർഡുണ്ട്? 4 റെക്കോർഡ്, 4 ഗിന്നസ് റെക്കോർഡുണ്ട്. അത് ഏതിനൊക്കെയാണ്? 2 ബനാന ഈറ്റിങ്സിലാണ്. നമ്മൾ ബനാന എന്ന് പറയുമ്പോൾ ഒരു നേന്ത്രപ്പഴം നേരെ വെച്ചിട്ട് കൈ 2 പിറകിൽ വെക്കും, കെട്ടണം. വായ കൊണ്ട് പീല് ചെയ്തിട്ട് വാഴപ്പഴം മാത്രം കഴിക്കുക. അത് കഴിക്കുന്ന സമയത്ത് തൊലിയുടെ ഒരു അംശം വായിലാവാൻ പാടില്ല. ഒരു 10-20 പുഷപ്പ് എടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. അപ്പോഴാണ് ഷാബിർ ഈ ഇങ്ങനെയുള്ള വലിയ അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നത്. ഇത് എങ്ങനെയാണ് പുഷപ്പ് തന്നെ സ്വീകരിക്കാം എന്നുള്ളത്? അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് പുഷപ്പാണ്. ബാക്കിയുള്ള ബ്രേക്കിംഗ് ഒക്കെ എന്നെ കൊണ്ട് കഴിയാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് പുഷപ്പ് തിരഞ്ഞെടുത്തു. അതിൽ ആരും ചെയ്യാത്ത വെറൈറ്റി തിരഞ്ഞെടുത്തു. നമ്മൾ ചെയ്യണത് മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റരുത് എന്നുള്ള ചിന്ത എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ വെറൈറ്റി ചെയ്ത് പഠിച്ചു. അതിലേക്ക് ഗിന്നസ് റെക്കോർഡ് കൊണ്ടുവന്നു. ഇവരിൽ നിന്നും ഇനിയും ഗിന്നസ് റെക്കോർഡുകൾ പിറക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. അപ്പോൾ ഷെഫിൻ ആണ് അവരുടെ പ്രതികരണങ്ങൾ തേടിയത്. ഇന്ദുലേഖ അതിനോട് കൂടുതൽ കാര്യങ്ങൾ നമ്മളോട് പറയും. ഇന്ദു, രസകരമായ, ഇപ്പോൾ അദ്ദേഹം അവസാനം പറഞ്ഞ പോലെ മറ്റാരും ചെയ്യാത്തത് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയാണ് പലരും നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് പോലെ നമ്മൾ ചിന്തിച്ചു വന്ന ചില റെക്കോർഡുകൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ അതിനൊക്കെ ചിലർ തയ്യാറാകുന്നു എന്നത് വലിയ കാര്യമാണ്. എന്തൊക്കെയാണ് അവർ പറഞ്ഞത്? ഗിന്നസ് റെക്കോർഡിനും അതിന്റെ ജേതാക്കൾക്കും ഒക്കെ ആയിട്ട് ഒരു ദിനമല്ലേ, കേൾക്കുമ്പോൾ തന്നെ കൗതുകം തോന്നാം. പക്ഷെ ഇന്ന് ആ ദിനമാണ്. ആ ദിനത്തിൽ 5 ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സ് തിരുവനന്തപുരത്ത് ഒത്തുചേർന്നിരിക്കുകയാണ്. അവരുടെ വിശേഷങ്ങളും ഇപ്പോഴത്തെ ജീവിതങ്ങളും അതുപോലെ തന്നെ കഴിഞ്ഞുപോയ ഓർമ്മകളും ഒക്കെ പങ്കുവെക്കാനായിട്ടാണ് കുടുംബത്തിനും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഒക്കെ ഒപ്പം ഒത്തുചേർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പണ്ട് ആ ചെയ്ത് ഗിന്നസ് റെക്കോർഡ് നേടിയിട്ടുള്ള ആ കഴിവ് അവരെല്ലാവർക്കും മുന്നിൽ ഒരിക്കൽ കൂടി പ്രവർത്തിച്ച് കാണിക്കുകയാണ്. ഇപ്പോൾ കാണുമ്പോൾ നമുക്കൊരു കൗതുകമൊക്കെ തോന്നുമല്ലേ. പക്ഷെ ചിലരെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടാകും, ഇതൊക്കെ എളുപ്പമല്ലേ, ഇങ്ങനെ ഒരു പഴം കഴിച്ചു തീർക്കാനാണോ പാട്, അല്ലെങ്കിൽ ആ വളയം ഇങ്ങനെ കയ്യിലൊന്നിട്ട് കറക്കി എടുക്കാനാണോ ഇത്ര പാടെന്നൊക്കെ ചിന്തിക്കാം. പക്ഷെ ആ പറഞ്ഞ സമയത്തിനുള്ളിൽ അത്രയും വട്ടം ആ റിങ് കറക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുപോലെ പറയുന്നത് പോലെ പഴം കഴിച്ചു തീർക്കുക എന്നൊന്നും പറയുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. വേണമെങ്കിലൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ, നമുക്ക് ബെറ്റ് വെക്കാം, നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്ന് തന്നെ പറയാം. ഇതുപോലെ ഒരുപാട് അത്ഭുതകരമായിട്ടുള്ള കഴിവുകളുള്ള ഒത്തിരി ആളുകൾ ഉണ്ടായിരിക്കും അല്ലെ. ജിമ്മന്മാർക്കൊക്കെ ഈ പുഷപ്പ് എടുക്കുന്ന ഭയങ്കര ക്രേസ് ആയിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷെ നോക്കൂ, പുഷപ്പ് എടുത്തിട്ടാണ് ഒരാൾ ഒരു ഗിന്നസ് റെക്കോർഡ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കും ഇങ്ങനെയുള്ള പാഷനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പ്രാക്ടീസ് ഒരുപാട് ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾക്കും ഇതൊക്കെ സാധിക്കുന്നതായിരിക്കും. ഈ അജി എന്ന് പറയുന്ന ആളെയൊക്കെ നമ്മൾ ഇതിനു മുമ്പും തത്സമയത്തിൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ റിപ്പോർട്ടേഴ്സ് തന്നെ ഒരുപാട് സ്റ്റോറി അവരുടെ ചെയ്തിട്ടുണ്ട്. ഇന്നതാ ഇപ്പോൾ സ്റ്റെഫിൻ പോയി കണ്ടിരിക്കുകയാണ് ഇവരെയൊക്കെ. ആ മനുഷ്യന്റെ ഓർമ്മശക്തിയൊക്കെ നമുക്കൊരിക്കലും ചിന്തിക്കാൻ കൂടി കഴിയുന്നതിനും അപ്പുറമാണ്. കാരണം ഒരു ബോർഡിൽ നിറയെ അക്കങ്ങൾ എഴുതിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചാൽ ആ മനുഷ്യൻ എന്ത് വ്യക്തമായിട്ടാണല്ലേ പറയുന്നത്. നമുക്ക് ശരിക്കും അസൂയ തോന്നും ആ മനുഷ്യന്റെ ഓർമ്മശക്തി കണ്ടാൽ. ഫോട്ടോഗ്രാഫിക് മെമ്മറി എന്നൊക്കെ പറയുന്നത് കിട്ടുന്നത് ഒരു അനുഗ്രഹമാണ്. കാരണം അത്രയും ടാലന്റഡ് ആയിട്ടുള്ള മനുഷ്യർക്കാണ് അതൊക്കെ കിട്ടുന്നത്. ഇനിയും ഒരുപാട് ഗിന്നസ് റെക്കോർഡുകൾ ഇവരിൽ നിന്ന് തന്നെ പറഞ്ഞേക്കാം, നമ്മൾ പലരിൽ നിന്നും പറഞ്ഞേക്കാം.
പരിപോഷിപ്പിക്കാൻ കഴിയുക, അത് ലോകത്ത് തന്നെ ഏറ്റവും നന്നായി ചെയ്യുന്ന ആളായി മാറുക എന്നത് വളരെ വലിയ കാര്യമാണ്. ഇനിയും ഇതൊക്കെ കണ്ട് കൂടുതൽ ആളുകൾക്ക് അത്തരം ശ്രമങ്ങളൊക്കെ നടത്താൻ തോന്നുകയാണെങ്കിൽ നല്ല കാര്യം. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയിൽ നമ്മൾ അവരുടെ വിശേഷങ്ങൾ കൂടി പങ്കുവച്ചാണ്. ശരി ഇന്ദു.